തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമന പ്രക്രിയയിൽ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടത്? പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിക്കൊപ്പം നമ്മുടെ രാജ്യത്തെ ചീഫ് ജസ്റ്റിസ് കൂടി ഒരു സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാകുന്നതല്ലേ അഭിലഷണീയം? അപ്രകാരം ഒരു സുപ്രീം കോടതി വിധി വന്നില്ലേ? സുപ്രീം കോടതി എന്തുകൊണ്ട് വിധിച്ചു? നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് ഇത്തരം സംവിധാനങ്ങൾ സ്വതന്ത്രമല്ല. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി വിധിച്ചത്. ആ വിധിയെ അട്ടിമറിക്കാൻ നിയമനിർമ്മാണം നടത്തി. ആ വിധിയെ അട്ടിമറിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനം നടത്തി. ആ നിയമനം നടത്തിയത് ആരെയാണ്? നിയമനം നടത്തിയ ഉദ്യോഗസ്ഥനാരാണ്? അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? ചില ഉദ്യോഗസ്ഥന്മാരെ 1 കൊല്ലവും 2 കൊല്ലവും അനിശ്ചിതമായി കാലാവധി നീട്ടുന്നവരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ നിലപാട് വന്നത് എങ്ങനെയാണ്? ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമനം മുതൽ തുടങ്ങുന്നു ഈ തെരഞ്ഞെടുപ്പിനെ കളിപ്പാട്ടമാക്കി തീർക്കുന്ന സംഘപരിവാരത്തിൻ്റെ പ്രവർത്തനം. അടുത്ത പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അട്ടിമറികളാണ്. ഉദാഹരണമായി ഒരു ഇലക്ഷൻ പ്രക്രിയ നടക്കുമ്പോൾ കേരളത്തിലൊക്കെ ഉച്ചയ്ക്ക് 2 മണിക്ക് പോളിംഗ് ശതമാനം എത്ര, 3 മണിക്ക് എത്ര, 4 മണിക്ക് എത്ര, അവർ 5 മണിയോടുകൂടിയല്ലേ 6 മണിയോടുകൂടി നമുക്ക് ഏകദേശം പറയാനാകും. പിന്നീട് വർധനവിൻ്റെ കണക്കിൽ ക്രമാതീതമായ വർധന വരില്ല. എന്തായിരുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ അവസ്ഥ? എങ്ങനെ വന്നു അവസാന മണിക്കൂറുകളിൽ അധികമായ ആളുകൾ? അങ്ങനെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പെട്ടിയിലുണ്ടായ അനുഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരനുഭവമുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് ഇന്നത്തെ ഭാഷ ഉപയോഗിക്കാനാവില്ല. ഒരൊറ്റ അനുഭവമുണ്ടെങ്കിൽ ആ അനുഭവത്തിന് മുന്നിൽ രാജ്യത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയ്ക്ക് മുമ്പിൽ കളങ്കിതമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം എന്ന് തെളിഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ഒരൊറ്റ വറ്റ് ആ വറ്റ് നോക്കിയിട്ട് ഇത് ഇന്നതാണ് എന്ന് കണ്ടാൽ ഇവർക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വരും. അതിന് പകരം ED പെരുമാറുന്നത് പോലെ ഇലക്ഷൻ കമ്മീഷൻ പെരുമാറാൻ തുടങ്ങിയാലോ, ആക്രമിക്കാൻ തുടങ്ങിയാലോ? നിങ്ങൾ തെളിയിച്ചില്ലെങ്കിൽ നിങ്ങളെ മൂക്കി എത്തിക്കളയും. ഒരു ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായങ്ങളൊക്കെ പറയും ആളുകൾ. അഭിപ്രായം പറയും, ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യപ്പെടും, അധികാരികൾ ചോദ്യം ചെയ്യപ്പെടും, മാപ്പ് പറയണം എന്നുവരെ പറഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതാണ്, ചോദ്യം ചെയ്യപ്പെടും. നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്തുകൂടാ, അമിത്ഷയെ ചോദ്യം ചെയ്തുകൂടാ, നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും പിന്നിൽ നിൽക്കുന്ന ഞങ്ങളെയും ചോദ്യം ചെയ്തുകൂടാ. ആ ഇമ്മ്യൂണിറ്റി ഞങ്ങൾക്ക് വേണം. ഇതാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് നവഫാസിസം പ്രവർത്തിക്കുന്നത്. ഇപ്പം തന്നെ കാണാം, മഹാരാഷ്ട്രത്തിൽ BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, അവരുടെ വക്താവ് ഹൈക്കോടതി ജഡ്ജിയായി മാറി. ആ ജഡ്ജിമാർ അവിടെ കയറിയിരുന്ന് വിധിക്കുന്നത് എന്ത് വിധിയായിരിക്കും? ഒരു വിഷയം വന്നാൽ ആ വിഷയ്ക്കകത്ത് പക്ഷപാതപരമായി വിധിക്കില്ല എന്ന് പറയാൻ എന്തുറപ്പുള്ളത്? എന്തടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ജഡ്ജിമാർ രൂപപ്പെടുന്നത്? ഇവർ നാളെ സുപ്രീം കോടതിയിലേക്കല്ല പോകുന്നത്. സുപ്രീം കോടതിയിൽ ഇരുന്ന ജഡ്ജിമാർ എങ്ങനെയാണ് അയോധ്യ കേസിൽ വിധിച്ചത്, മറ്റു പല കേസിൽ വിധിച്ചത്, അതിൻ്റെ ഭാഗമായി എവിടെ എത്തപ്പെട്ടു? ഇങ്ങനെയാണ് നവഫാസിസ്റ്റുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ഏറ്റവും കൗതുകകരമായൊരു കാര്യം നമ്മൾ ആലോചിക്കൂ. ഇലക്ഷനുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ 2 കന്യാസ്ത്രീകൾ, മലയാളികളായിട്ട് ആളുകൾ ജയിലിൽ നിന്ന് പുറത്തു വന്നു. ഇതാണ് നമുക്കെല്ലാം സന്തോഷകരമായ വാർത്ത. യഥാർത്ഥത്തിൽ അവർ തടവിൽ തന്നെയല്ലേ? എന്തുകൊണ്ടാണ് തടവില്ല എന്ന് പറയാൻ കാരണം? അവർ രാജീവ് ചന്ദ്രശേഖരനെ ചെന്ന് കാണുന്നു, നന്ദി പറയുന്നു. എന്തിന്? അവരെ തടഞ്ഞു വെച്ച ബജറംഗ് ദളിൻ്റെ പ്രവർത്തകരുടെ പേര് കേസെടുത്തോ? ഇവരോടൊപ്പം ജയിലിൽ കിടന്ന ആ 2 സ്ത്രീകളുടെ സഹോദരനുണ്ടല്ലോ, ആക്രമിക്കപ്പെട്ട സഹോദരൻ, അയാളുടെ പരാതി കേസെടുത്തോ? ഛത്തീസ്ഗഡിലെ പോലീസ് നീതി കൊടുത്തോ ഈ കന്യാസ്ത്രീകൾക്കും അതുപോലെ അവരോടൊപ്പം ഉണ്ടായിരുന്ന 3 പേർക്കും? അതിനാണോ നന്ദി പറയേണ്ടത്? അതിനാണോ നന്ദി പറഞ്ഞത്? യഥാർത്ഥത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. സംഘപരിവാരത്തിൻ്റെ തടവറയിലാണ് ആ കന്യാസ്ത്രീകൾ. ഇതാണ് നവഫാസിസം. അതുപോലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അഡ്വക്കേറ്റ് അനിൽകുമാർ താങ്കൾ പറഞ്ഞു വന്നത് അതാണ്. വ്യക്തമായിരിക്കുന്നു ആ കാര്യങ്ങൾ. ആദ്യഘട്ടത്തിൽ താങ്കൾ ആ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു.